എൻ്റെ അടിപൊളി സോങ് കേട്ട് വീട്ടിൽ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക. അമ്മായിയമ്മയും കുഞ്ഞും വൈഫും വല്യമ്മയും എല്ലാവരും ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു എൻ്റെ പാട്ട് കേട്ടിട്ട്. പാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വെളിയിലോട്ട് ഇറങ്ങി. കാരണം വണ്ടി കഴുകണം. വണ്ടി മൊത്തം അഴുക്കാ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാധനം ഷിഫ്റ്റ് ചെയ്ത് കാരണം വണ്ടി ഫുൾ അഴുക്കാ. അങ്ങനെ ഞാൻ ബക്കറ്റിനകത്ത് വെള്ളം പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറുതെന്നോട് പറഞ്ഞു, അച്ഛൻ്റെ വീഡിയോ ഞാനെടുത്ത് തരാമെന്ന്. അങ്ങനെ സ്റ്റാൻഡേ വെച്ചിരുന്ന ഫോൺ ചെറുതങ്ങ് വാങ്ങി വീഡിയോ പിടിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ചെറുതിൻ്റെ സന്തോഷമല്ലേ എനിക്കും വരുന്നത്. ഞാൻ പറഞ്ഞു, മോൻ വീഡിയോ പിടിച്ചു തരാൻ പറഞ്ഞു. അച്ഛൻ്റെ വീഡിയോ പിടിക്കുന്ന കൂട്ടത്തിലും എന്നോട് പറയുന്നുണ്ട്, അച്ഛാ ലൈസ് വാങ്ങിത്തരണേ. ഞാൻ പറഞ്ഞു, മോൻ നല്ലപോലെ വീഡിയോ ഒക്കെ പിടിച്ചു തരാമെങ്കിൽ അച്ഛൻ മോൻ ഉറപ്പായിട്ടും ലൈസ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാറ് തുറന്ന് കാറിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി, കാരണം മാറ്റം നിറച്ച് മണ്ണോടുകൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മണ്ണിങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്. പിന്നെ അത് പോകത്തില്ല, അഴുക്ക് പിന്നെ മാറത്തില്ല നമ്മൾ എത്ര തേച്ചാലും. വീഡിയോ പിടിക്കുന്ന ചെറുത് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ ഞാനവിടെ ഒന്ന് സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു, മോൻ അച്ഛനെ സഹായിക്കാൻ പറഞ്ഞ മോൻ വീഡിയോ പിടിച്ച് തന്നാൽ മതിയെന്ന്. എൻ്റെ വീഡിയോ പിടിക്കാൻ കൊടുത്തുകൊണ്ട് ഒരു ഗുണമുണ്ട്. ചെറുത് നേരെ പോയി പൂവിൻ്റെ വീഡിയോ പിടിച്ച് പലതരത്തിലെ പൂക്കൾ നമ്മുടെ മുറ്റത്ത് വെപ്പുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ അവൾ പകർത്തി എനിക്ക് തന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾ എന്നെ തേച്ചിട്ട് പോയെന്ന്. അങ്ങനെ ഞാൻ നേരെ സ്റ്റാൻഡിലോട്ട് കയറ്റി വെച്ച് എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി. എനിക്ക് മനസ്സിലായി ചെറുതിൻ്റെ അടുത്ത് ഇനിയും കൂടുതൽ സംസാരിച്ചിരുന്ന വഴക്കാവുമെന്ന്. സ്റ്റാൻഡേ വെച്ച് വീഡിയോ എടുത്തപ്പോഴും എന്തോ ഒരു കഷ്ടമെന്ന് പറയണേ. ചെറുത് പിന്നെയും പുറകെ നടക്കുക കേട്ടോ. ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിൽക്കുക, ചായ കുടിച്ചോണ്ട്. അന്നേരം നേരെ എൻ്റെ ക്യാമറ ഫ്രണ്ടിലോട്ട് വന്ന് നിന്ന് വഴക്കുണ്ടാക്കാൻ വേണ്ടി. ഇതെല്ലാം കഴിഞ്ഞ് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയി എൻ്റെ വണ്ടിയുടെ ചെയിനും സോക്കറ്റും മാറാൻ വേണ്ടി. കടകട ആടിയാ വണ്ടിയും കൊണ്ട് പോകുമ്പോഴേ എവിടെയെങ്കിലും മറിഞ്ഞു വീഴുമെന്നൊരു പേടി. ഒരു വട്ടം മറിഞ്ഞു വീണുകൊണ്ട് അങ്ങനെ ഞാൻ പോയി ചെയിനും സോക്കറ്റും മാറിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നപ്പോൾ നമ്മുടെ മെൻഡോസിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പോലും. അങ്ങനെ ഞങ്ങൾ നേരെ മെൻഡോയുടെ വീട്ടിലോട്ട് ചെന്നു. മെൻഡോയുടെ വീട്ടിൽ ചെന്നപ്പോൾ മെൻഡോ ഞങ്ങൾക്ക് അടിപൊളി കേക്ക് കഴിക്കാൻ തന്നിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. പാവ താണ്ടിരിക്കുന്നു, എൻ്റെ സൈക്കിൾ താണ്ടിരിക്കുന്നു, അതാ ഏതാന്നൊക്കെ നമ്മളെ മെൻഡോ പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പൊന്നോ, അവൻ്റെ പാവയെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയെന്ന്. ഒരു അലമാരി നിറച്ച് അവൻ്റെ പാവയാന്ന്. ഒരു കടകളുള്ള അത്രയും കളക്ഷൻ ഉണ്ട് അവൻ്റെ ഈ പാവ. മെൻഡോയുടെ ബർത്ത്ഡേക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബിരിയാണി ആയിരുന്നു. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ബിരിയാണിയുടെ ടേസ്റ്റ് കാരണം കഴിച്ചിട്ടും ബിരിയാണി തീരുന്നില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ എൻ്റെ വയറ് പറഞ്ഞു. ഞാൻ വൈഫിനെ പറയുന്നുണ്ട്, വയറ് ഒത്തിരി നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങത്തില്ലെന്ന്.